ഈ ഇഞ്ചീട് പഴകാന്നുള്ള ആ പാട്ടൊരിക്കൽ ശ്രീലങ്കയിലെ ഒരു സ്റ്റേജിൽ കൊളംബോയിൽ ഒരു പ്രോഗ്രാമിൽ ജാനകിയമ്മ ഉണ്ടെന്ന് ബാലു സാറ് രാജ സാറ് എങ്ങനെ എല്ലാവരും കൂടെ ഉള്ളൊരു പ്രോഗ്രാമായിരുന്നു. അന്ന് ഇതുപോലെ സ്റ്റേജിൽ വെച്ച് ജാനകിയമ്മ പാടി തന്നിട്ട് എന്നെ കൊണ്ടത് റിപ്പീറ്റ് ചെയ്യിച്ചു സ്റ്റേജിൽ. 2 സിംഗേഴ്സ് പാടുമ്പോഴുള്ള വ്യത്യാസം കാണിച്ചു കൊടുക്കാനായിട്ട്. അപ്പൊ ജാനകിയമ്മ പാടുമ്പോൾ വേറൊരു എക്സ്പ്രഷൻ ആയിരിക്കും, ഞാൻ പാടുമ്പോൾ അത് വേറെ എക്സ്പ്രഷൻ ആയിരിക്കും. അങ്ങനെ അപ്പൊ അതിനകത്ത് മടക്കവനും കൂടതില്ല ഏതിനെ പാടാൻ ഓപ്പൺ ആക്കിയൊരു എനിക്കത് അങ്ങനെ പാടാൻ ഭയങ്കര ചമ്മൽ. സ്റ്റേജിൽ ഇത്രയും ഓഡിയൻസിന്റെ മുമ്പിൽ ജാനകിയമ്മയുടെ മാത്രമല്ല അനങ്ങുള്ളൂ. ഞാനത് അങ്ങനെ ജാനകിയമ്മ പാടിയ മാതിരി പാടിയില്ല, ഞാൻ വെറുതെ പ്ലെയിൻ ആയിട്ട് പാടി. അപ്പൊ അന്ന് തന്നെ പിന്നെ രാജാ സാറൊക്കെ പറഞ്ഞു അത് അങ്ങനെ പാടും അങ്ങനെ. അപ്പൊ ഞാൻ ചിരിച്ചിട്ടെങ്കിൽ പോന്നു, പാടിയില്ല സ്റ്റേജിൽ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ജാനകിയമ്മ ബാക്ക് സ്റ്റേജിൽ വന്നു കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് അങ്ങനെ ചമ്മലൊന്നും പാടില്ല, മൈക്കില് റെക്കോർഡിങ്ങിന് പാടുമ്പോൾ മൈക്കിൽ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, വേറെ ആരും കാണുന്നൊന്നുമില്ലല്ലോ, അത് അതുകൊണ്ട് അങ്ങനെ അതിന് മടിയൊന്നും വിചാരിക്കരുത്. അങ്ങനെ എനിക്ക് എന്നെ ഒരുപാട് അവർ പറഞ്ഞൊരു പ്രോത്സാഹനം തന്നിട്ടുണ്ട്.